കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 61ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് നമ്മൾ കാണുക ടോളറൻസ്, സഹിഷ്ണുതയെക്കുറിച്ചുള്ള കൊച്ചു ത്രേസ്യയുടെ കാഴ്ചപ്പാടുകൾ. ഈ ഒരു ആത്മീയ ദർശനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഈ മേഖലകളിൽ അവളെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ കൊടുക്കാം. ഒന്നാമതായിട്ട് ഫ്രാൻസിസ് സെയിൽസ്. സൗമ്യതയും അനുകമ്പയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ സഹിഷ്ണുതയോടുള്ള കൊച്ചു ത്രേസ്യയുടെ സമീപനത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആവിലായിലെ വിശുദ്ധ തെരേസ. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ സ്നേഹത്തിനും ധാരണയ്ക്കും അമ്മ ത്രേസ്യ നൽകിയ ഊന്നൽ കൊച്ചു ത്രേസ്യയുടെ വീക്ഷണത്തെ രൂപപ്പെടുത്തിയുണ്ടായി. ഇനി നമ്മൾ തിരികെ വചനങ്ങളിലേക്കാണ്. പൗലോസ്ലീഹ കൊലോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. പൗലോസ്ലീഹയുടെ ഈ വാക്കുകൾ കൊച്ചു ത്രേസ്യയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. വീണ്ടും പൗലോസ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. ഈ ഒരു ആഹ്വാനത്തെ അവളുടെ ജീവിതത്തോട് പ്രത്യേകമായിട്ട് ചേർത്ത് പിടിച്ചിരുന്നു. അത് അവളുടെ മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. കൊച്ചു ത്രേസ്യയുടെ ഈ ടോളറൻസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അതിനൊരു 5 തലങ്ങളിലായിട്ട് തിരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ലവ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരോടുള്ള സ്നേഹം. രണ്ടാമതായിട്ട് പേഷ്യൻസ് ഇൻ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിലെ ക്ഷമയുടെ അരൂപി. മൂന്നാമതായിട്ട് ഫൊർഗീവ്നെസ്, നമ്മൾ പരസ്പരം വിട്ടുകൊടുക്കൽ അല്ലെങ്കിൽ ക്ഷമിക്കൽ. നാലാമതായിട്ട് എമ്പതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ജീവിതത്തിൽ പുലർത്തുന്ന എമ്പതിയും അതുപോലെ മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മൾ മനസ്സിലാക്കുന്ന രീതികളും. അഞ്ചാമതായിട്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളിൽ വരുന്ന യൂണിറ്റി. നമുക്ക് ഈ 5 തലങ്ങളെക്കുറിച്ച് ഒന്ന് ആഴത്തിലൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ലവ് ഫോർ അതേഴ്സ്. യഥാർത്ഥ സഹിഷ്ണുത മറ്റുള്ളവരുള്ള സ്നേഹത്തിൽ നിന്നും അനുകമ്പയിൽ നിന്നുമാണെന്ന് കൊച്ചു ത്രേസ്യ ഊന്നി പറയുന്നു. എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളായി കാണാൻ അവൾ പ്രോത്സാഹിപ്പിച്ചു. അവൾ സെലിന എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: സ്നേഹിക്കുക എന്നാൽ പരസ്പരം തെറ്റുകൾ സഹിക്കാൻ കഴിയുക എന്നാണ്. അപ്പോൾ സ്നേഹത്തിന് കൊടുക്കുന്ന നിർവചനം എല്ലാവരും കുറവുകൾ അതിനൊന്നും ഉയർത്തി കാണിക്കാതെ എല്ലാം വിട്ടുകളയുക അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. അവൾ മറ്റൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: സ്നേഹമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സത്ത. അത് പരസ്പരം സഹിഷ്ണുത കാണിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, ക്രിസ്തീയ ജീവിതം അടങ്ങിയിരിക്കുന്നത് സ്നേഹത്തിലാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ പഠനങ്ങളുടെയൊക്കെ ഒരു അന്തസ്സത്ത എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ സ്നേഹത്തിലാണ്. ഈ സ്നേഹമാണ് എല്ലാവരോടും സഹിഷ്ണുത പുലർത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുക എന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. രണ്ടാമത്തെ തലം എന്ന് പറയുക പേഷ്യൻസ് ഇൻ റിലേഷൻഷിപ്പ്, മറ്റുള്ളവരുടെ അപൂർണതകളും തെറ്റുകളും സഹിക്കുന്നതിൽ ക്ഷമ നിർണായകമാണെന്ന് കൊച്ചു ത്രേസ്യ പഠിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവരുമായി ഇടപെടുന്നതിൽ ഏറ്റവും വലിയ ഗുണം ക്ഷമയാണ്. അപ്പോൾ ബന്ധങ്ങളെ നവീകരിക്കുന്നത്, ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത് മറ്റുള്ളവരുടെ കുറവുകളൊക്കെ നമ്മൾ ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണെന്നാണ് പുണ്യവതി പറയുക. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: ക്ഷമയിലൂടെ നമ്മൾ ആയിരിക്കുന്ന രീതിയിൽ പരസ്പരം അംഗീകരിക്കാനായിട്ട് പഠിക്കുന്നു. അപ്പോൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തി ആയിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കുകയാണ്. ആ വ്യക്തിയെ എൻ്റെ തന്നെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാക്കിയാണ്. അതാണ് പുണ്യവതി നമുക്ക് പറഞ്ഞു തരിക. മൂന്നാമത്തെ തലം എന്ന് പറയുക ഫൊർഗീവ്നെസ്. സഹിഷ്ണുതയിൽ ക്ഷമയുടെ സ്പിരിറ്റ് ഉൾപ്പെടുന്നു. ഇത് ആവലാതികൾ ഉപേക്ഷിക്കുവാനും മറ്റുള്ളവരുടെ പോരായ്മകൾക്കിടയിലും അവരെ ആശ്ലേഷിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ പറയുന്നു:
ക്ഷമയാണ് യഥാർത്ഥ സഹിഷ്ണുതയുടെ അടിസ്ഥാനം. അപ്പോൾ ക്ഷമയ്ക്ക് അവൾ കൊടുക്കുന്ന നിർവചനം എന്ന് പറയുക, ഈ ടോളറൻസിന് നമ്മളെ പണിതുയർത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് സഹിഷ്ണുത എന്ന് പറയുക. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ക്ഷമിക്കാൻ തിരഞ്ഞെടുക്കുന്നു, കാരണം ഞാൻ അങ്ങനെയാണ് ദൈവസ്നേഹം എൻ്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുക. അപ്പോൾ അവൾ പറയുകയാണ്, ഞാനെപ്പോഴും മറ്റുള്ളവർ കുറവ് പോരായ്മ കണ്ട് ഞാനെപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഒരു അരൂപി ക്ഷമയുടെ അരൂപിയാണ്. കാരണം അത് തിരഞ്ഞെടുത്താലാണ് എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുവാനായിട്ട് സാധിക്കുക. നാലാമത്തെ തലം എന്ന് പറയുക എമ്പതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. മറ്റുള്ളവരുടെ വീക്ഷണകോണിൽ നിന്ന് സാഹചര്യങ്ങളെ നോക്കുവാനും സഹാനുഭൂതിയും ധാരണയും വളർത്തിയെടുക്കുവാനും വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രോത്സാഹിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നാൽ അവരെ കൂടുതൽ പൂർണ്ണമായി സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് അവൾ കൊടുക്കുന്നത്, ഞാൻ മറ്റുള്ളവരെ മനസ്സിലാക്കുമ്പോൾ ഞാൻ കൂടുതൽ സ്നേഹിക്കുകയാണ്. അപ്പോൾ അവരെക്കുറിച്ച് അറിയുമ്പോൾ പരാതികളോ അല്ലെങ്കിൽ ക്ഷമിക്കാനാവാത്ത അവസ്ഥയൊന്നുമില്ല, കൂടുതൽ മനസ്സിലാക്കുന്നു, അത് കൂടുതൽ സ്നേഹത്തിലേക്ക് എന്നെ നയിക്കുന്നു. അവൾ സെലിൻ എഴുതിയ എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, സഹാനുഭൂതി യഥാർത്ഥ സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും വാതിൽ തുറക്കുന്നു. അപ്പോൾ സഹാനുഭൂതി, അതായത് എമ്പതി, അവൾ പറയുകയാണ്, ഈ എമ്പതി യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ടോളറൻസിൻ്റെയും വാതിൽ തുറന്നു തരികയാണ്, എല്ലാവരോടും ഒത്തുപോകുവാനായിട്ടുള്ള നമ്മളെ സഹായിക്കുന്നു എന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. അഞ്ചാമത്തെ തലം എന്ന് പറയുക യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗമായി വ്യത്യാസങ്ങളെ വിലമതിക്കുന്ന സഹിഷ്ണുത സമൂഹത്തിൽ ഐക്യം വളർത്തുന്നുവെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, വ്യത്യാസങ്ങൾക്കിടയിലും സഹിഷ്ണുത നമ്മെ ഒന്നിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്, പല സ്വഭാവ പ്രത്യേകതകളുണ്ട്. അവൾ പറയുകയാണ്, നമ്മുടെ വ്യത്യാസങ്ങളുടെ ഇടയിലും നമ്മൾ പുലർത്തുന്ന സഹിഷ്ണുത, ടോളറൻസ്, അതെപ്പോഴും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ ദൈവത്തിൻ്റെ സമൃദ്ധി നാം കണ്ടെത്തുന്നു. അപ്പോൾ അവൾ ഈ വൈവിധ്യങ്ങൾ, പലതരത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ പല സ്വഭാവമായിട്ട് പല പ്രത്യേകതയായിട്ട് അവൾ പറയുകയാണ്, ഇതിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ സമൃദ്ധിയാണ്. കാരണം ദൈവം എല്ലാ വൈവിധ്യങ്ങളും പലതരത്തിലുള്ള ആൾക്കാരെ എല്ലാം ഒന്നിപ്പിച്ച് ഒരേ രീതി, ഒരേ കുടക്കീഴിൽ കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അപ്പോൾ അതേ ഒരു സമൃദ്ധി, ആ സ്നേഹത്തിൻ്റെ ഒരു സമൃദ്ധി കാണുവാൻ സാധിക്കുമെന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. സ്നേഹമുള്ളവരെ, സഹിഷ്ണുതയുടെ വിവിധങ്ങളായ തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഈ ഒരു അവസരത്തിൽ കൊച്ചുത്രേസ്യയുടെ ഈ ചിന്താരീതികൾ എങ്ങനെയാണ് ആധ്യാത്മികതയും മനഃശാസ്ത്രത്തെയും സാമൂഹ്യ തലങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആധ്യാത്മിക തലം. സഹിഷ്ണുതയിലുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ശ്രദ്ധ സ്നേഹവും ക്ഷമയും പരിശീലിക്കാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് അവരുടെ ആത്മീയ ജീവിതത്തെ ആഴത്തിലാക്കുകയും മറ്റുള്ളവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. മനഃശാസ്ത്രപരമായ തലത്തിലേക്ക് വരുമ്പോൾ അവളുടെ ടീച്ചിങ്സ് വൈകാരിക പ്രതിരോധശേഷിയും ആരോഗ്യകരമായ പരസ്പര ചലനാത്മകതയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് സംഘർഷ പരിഹാരത്തിൽ സഹാനുഭൂതിയും ധാരണയും ഊന്നിപ്പറയുന്നു. മൂന്നാമതായിട്ട് സാമൂഹിക തലം. കൊച്ചുത്രേസ്യയുടെ സഹിഷ്ണുതയുടെ രീതികൾ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുവാൻ സമൂഹങ്ങളെ പ്രചോദിപ്പിക്കുന്നു. വ്യത്യസ്ത പശ്ചാത്തലങ്ങളെയും വീക്ഷണങ്ങളെയും മാനിക്കുന്ന ഇൻക്ലൂസീവ് പരിസ്ഥിതികളെ ഇത് വളർത്തുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ടോളറൻസിൻ്റെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടത്. ഈ ഒരു നിമിഷത്തിൽ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചേർന്ന് ചിന്തിക്കാം. ഒരു ആത്മപരിശോധന, തീർച്ചയായിട്ടും അത് നമ്മളെ ഈ ഒരു അരൂപി സ്വീകരിക്കുവാനായിട്ട് സഹായിക്കും. ഒന്നാമതായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് സഹിഷ്ണുത പരിശീലിക്കാൻ ഞാൻ പാടുപെടുന്നത്, അതെനിക്ക് എങ്ങനെയാണ് മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കുക. രണ്ടാമതായിട്ട്, എന്നിൽ നിന്ന് വ്യത്യസ്തരായവരോട് എനിക്ക് എങ്ങനെ കൂടുതൽ സഹാനുഭൂതിയുള്ള മനോഭാവം വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട്, മറ്റുള്ളവരുമായുള്ള എൻ്റെ ബന്ധത്തിൽ ക്ഷമ വളർത്തിയെടുക്കുവാൻ എനിക്ക് എന്ത് നടപടികളാണ് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുക. നമുക്ക് നമ്മോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. യഥാർത്ഥത്തിൽ സഹിഷ്ണുതയുടെ അരൂപിൽ മുന്നേറുവാനായിട്ട് പുണ്യവതി നമ്മളെ സഹായിക്കട്ടെ. ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലാഖയ്ക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുവനുസരിച്ചുള്ള പൂർണ്ണമായ കയ്യാൾപ്പിൻ്റെ ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞിയ അമലോത്ഭവന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും
നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് നമുക്ക് ഈ നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. പുണ്യവതി, നിന്നെപ്പോലെ തന്നെ ഈ സഹിഷ്ണുതയുടെ അരൂപി ജ്വലിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന്. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമ്മൾ പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസിയുവിലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നിൻ്റെ സ്നേഹത്തിൻ്റെ പാഠങ്ങൾ എത്ര അധികമായിട്ട് അവളുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുത്തു. അതുകൊണ്ടാണല്ലോ സഹാനുഭൂതിയുടെ അരൂപിയിൽ നിലനിൽക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചത്. ഈശോയെ, ഈ സഹാനുഭൂതിയുടെ അരൂപിയിൽ ഞങ്ങളെയും നീ വളർത്തണമേ. ആ മേഖലകളിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും ആയിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പുണ്യവതി, നീ കാണിച്ച സ്നേഹത്തിൻ്റെ അരൂപി എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട്, യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ ഉൾക്കൊള്ളുവാനായിട്ട്, എല്ലാവരോടും ക്ഷമിക്കുവാനായിട്ട്, അങ്ങനെ സഹിഷ്ണുതയുടെ അരൂപിയിൽ നീ ജ്വലിച്ചതുപോലെ എപ്പോഴും ജ്വലിക്കുവാനായിട്ട്, വ്യാപരിക്കുവാനായിട്ട് പുണ്യവതി ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ ഈശോയോട് നീ പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുരേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിലെ ഈശോദൻ